മെയിൻ സംഭവമായിട്ട് ഒഴിക്കുന്നത് കസ്റ്റർഡ് പൗഡർ. ഇത് അടിയിൽ ഇതാക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് പാലിലേക്ക് ഒഴിക്കാം കേട്ടോ. കട്ട കുത്തിയിട്ടുണ്ട് അടിയിൽ. മെയിൻ സംഭവം ഒഴിച്ചു. കസ്റ്റർഡ് പൗഡർ സിമ്മിലാക്കിട്ടോ. ഈ സിമ്മിലാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കസ്റ്റർഡ് പൗഡറും കൂടിയാണ് മിക്സ് ചെയ്ത് ഇതാക്കി കുറുക്കുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം അങ്ങനെ കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നിർത്തി കഴിഞ്ഞ് ഇത് അടി പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കാം. ഇളക്കി തീരുമാനമാവും. കുറേ നേരം ഇളക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പായസമൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടാക്കാൻ മടി എന്താണ് ഈ ഇളക്കൽ ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഇളക്കി മടുക്കുകയാണ്. വെറുതെ കിട്ടിയാൽ കുടിക്കും. പുഡിങ് എവിടുന്നേം കിട്ടിയത് നരി തിന്നും. ഉണ്ടാക്കണ ആദ്യമായിട്ടാണ് ഈ ഇളക്കലിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. എന്തായാലും നോക്കാം. കുറുകിയിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ഇവിടെ കൊണ്ട് വയ്ക്കും. ഇവിടെ വയ്ക്കാം. ചൂടുണ്ട്. ഇനി ബാക്കി പരിപാടിക്ക് കിടക്കാം കേട്ടോ. 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 വശം നമുക്കിങ്ങനെ മുറിച്ച് കളയാം. കത്തി തീരെ മുറിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണിത് പെട്ടെന്ന് മൂർച്ചില്ലാത്ത കത്തി. ഭയങ്കര ഓക്കെ. ഇതിന് 4 സൈഡും സെറ്റ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അയ്യോ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്ന് പെട്ടുപോയി. കത്തി മൂർച്ചില്ലാത്തതുകൊണ്ടേ എൻ്റെ ഒരു വൃത്തി കിട്ടിയിട്ടില്ല. എല്ലാതും മുറിയാൻ പ്രയാസം. തീരെ മുറിച്ചു. ആദ്യം നടുവൊന്ന് മുറിച്ചു. ഇനി വീണ്ടും നമുക്കിങ്ങനെ വെച്ച് പിന്നെ നടു തന്നെ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് സ്ക്വയറായി കിട്ടും. കണ്ടോ? അങ്ങനെ സ്ക്വയറായി കിട്ടും. കത്തി മൂർച്ചയില്ലാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ എന്നൊക്കെ പോയത്. കത്തി തീരെ മൂർച്ച അതാവശ്യമില്ല.